വേദിയായ കൊല്ലത്തെ തുടർച്ചയായ തോൽവി CPIM-ന് വല്ലാത്തൊരു നീറ്റലാണ്. പാർട്ടിയെ തോൽപ്പിക്കുന്നത് മുന്നണി വിട്ടുപോയ RSP ആണെന്നത് വേദനയുടെ ആക്കവും കൂട്ടുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കിൽ LDF തന്നെയാണ് മുന്നിൽ. പാർലമെന്റ് മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ കുണ്ടറ ഒഴികെ എല്ലായിടത്തും ഇടത് MLA-മാർ. MA ബേബിയും KN ബാലഗോപാലും അടിതെറ്റി വീണയിടത്ത് CPIM കൊല്ലം പിടിക്കുമോ എന്നുള്ളതാണ് ഇത്തവണത്തെ ചോദ്യം. സ്ഥാനാർത്ഥികളെ വേഗത്തിൽ പരിചയപ്പെടാം. 3 സ്ഥാനാർത്ഥികളും പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്തവരാണ്, സുപരിചിതരാണ്. NK പ്രേമചന്ദ്രൻ RSPക്ക് വേണ്ടി വീണ്ടും ഇറങ്ങുന്നു. സിറ്റിംഗ് MP M മുകേഷ് CPIM-ന് വേണ്ടി മത്സരിക്കാനിറങ്ങുന്നു. MLA MP ആകുമോ എന്നുള്ള ചോദ്യം ഇവിടെ നിൽക്കുന്നു. കൃഷ്ണകുമാർ G ആണ് BJP-യെ പ്രതിനിധീകരിച്ചുകൊണ്ട് കൊല്ലത്ത് ഇക്കുറി പോരാട്ടത്തിനിറങ്ങുന്നത്. വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് കൊല്ലത്ത് നോക്കാം. കൊല്ലത്തെ കാര്യം പറഞ്ഞാൽ കൊല്ലത്ത് വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇതാ വന്നു കഴിഞ്ഞു. NK പ്രേമചന്ദ്രനെതിരെ ഒരു ആരോപണം ഇവിടെ നിൽക്കുന്നുണ്ട്. സംഖ്യയാണെന്ന്. സംഖ്യ ആരോപണം അതിക്കുറി ചർച്ചയാകുന്നുണ്ട് കൊല്ലത്ത്. മലയോര മേഖലയിലെ മനുഷ്യ വന്യജീവി സംഘർഷം അത് കൊല്ലത്തും ഒരു വിഷയമാണ്. അതോടൊപ്പം തന്നെയാണ് കൊല്ലം മത്സ്യബന്ധന മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ആ പ്രതിസന്ധിയും ഇക്കുറി വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകമായി മാറാൻ പോവുകയാണ്. ഒപ്പം കശുവണ്ടി മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു. ജാതീയമായി വോട്ട് തേടിയെന്ന ആരോപണവും അവിടെ ചർച്ചയാവുന്ന ഘടകങ്ങളാണ്. അപ്പോൾ കൊല്ലത്ത് ഇത്രയും ഘടകങ്ങൾ, വ്യത്യസ്തമായ ഘടകങ്ങൾ വോട്ട് വിഷയങ്ങളായി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു കൊല്ലത്ത് നിന്ന്. വെൽക്കം ദിലീപ് ദേവസ്യ. കൊല്ലത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്കറിയേണ്ടത് കൊല്ലത്തെ കറന്റ് ട്രെൻഡ്, അത് ആർക്കൊപ്പമാണ്? കൊല്ലത്തെ കാറ്റ് എങ്ങോട്ടാണ് വീശുന്നത്? കൊല്ലം സംസ്ഥാനത്ത് ഏറ്റവും ചൂടുള്ള ഒരു ജില്ലയാണ്. അതേപോലെ തന്നെയാണ് രാഷ്ട്രീയത്തിൻ്റെ ചൂടും ഇവിടെ വലിയ തോതിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആദ്യം തന്നെ പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2ാം തവണ MP ആയി 3ാം തവണ MP-യിലേക്ക് നിൽക്കുന്ന പ്രേമചന്ദ്രന് ഇവിടെ 2 തവണ ഈ MLA സ്ഥാനത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ആൾ 3ാം സ്ഥാനത്തേക്ക് MP ആയി എത്തുന്ന സിനിമാ നടനായ മുകേഷ് ഉണ്ട്. ഇതിനെല്ലാവർക്കും ഇടയിലേക്കാണ് BJP ഒരു സിനിമാ താരത്തെ തന്നെ ഇറക്കുന്നത്. അപ്പോൾ NK പ്രേമചന്ദ്രൻ പറഞ്ഞത് 2 സിനിമാ താരങ്ങൾ എത്തുന്നു, അതിൻ്റെ ഇടയിൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്നാണ് പറഞ്ഞത്. ഇതിനെ മറുപടിയായി 2 സിനിമാ താരങ്ങൾ തിരിച്ചു പറഞ്ഞത് ഞങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്നു, പ്രേമചന്ദ്രൻ രാഷ്ട്രീയത്തിൽ അഭിനയിക്കുന്നു എന്നുള്ളതാണ്. കശുവണ്ടി വ്യവസായം അടക്കമുള്ള മത്സ്യത്തൊഴിലാളികളുടെ വിപത്തുകൾ അടക്കമുള്ള എടുത്തു പറയേണ്ട ഈ സ്ഥലത്ത് NK പ്രേമചന്ദ്രൻ തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത്. പക്ഷേ ഇവിടെ ആർക്കും പരിചയപ്പെടുത്താണ്ടതായിട്ടുള്ള ഒരു CPM-ന്റെ കാൻഡിഡേറ്റ്, LDF-ന്റെ കാൻഡിഡേറ്റായ മുകേഷിനെ, സിനിമാ നടനായ മുകേഷിനെ തന്നെ ഇവിടെ ഇറക്കുന്നു. മുകേഷാണ് ഇവിടെ ഓടി നടന്ന് ഈ LDF-ന്റെ കൃത്യമായ അച്ചടക്കമുള്ള പ്രചരണ രീതികളിൽ എല്ലാ സ്ഥലത്തും എല്ലാ വീടിലും മുക്കിലും മൂലയിലും പ്രചരണത്തിന് മുകേഷ് എത്തുന്നു. മുകേഷ് ഓരോരുത്തരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നു. പക്ഷേ ഈ കാര്യത്തിൽ NK പ്രേമചന്ദ്രനുള്ള ഒരു പോസിറ്റീവ് ഗുണം, NK പ്രേമചന്ദ്രൻ എല്ലാ മുക്കും മൂലയും വ്യക്തിപരമായി തന്നെ അറിയാം. ആ മുക്കിലും മൂലയിലുള്ള വ്യക്തികളെ വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ 2ാം തവണ മത്സരിച്ച് ജയിച്ച ആൾ 3ാം തവണയ്ക്കും ഇറങ്ങുന്നു എന്നുള്ളതാണ്. ഈ സമയത്താണ് ഇവിടെ വിജയം പ്രതീക്ഷിച്ചു നിന്ന NK പ്രേമചന്ദ്രന് വില്ലനായിട്ട് അല്ലെങ്കിൽ തിരിച്ചടിയായിട്ട് BJP ഇതുവരെ ഇറക്കിയിരുന്നത് എല്ലാവരും തന്നെ ദുർബലരായ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഇത്തവണ NDA ഇറക്കിയിരിക്കുന്നത് ഒരു സിനിമാ താരത്തെ കൃഷ്ണകുമാർ G-യെ ഇറക്കുന്നു. അവിടെ വലിയ തോതിലുള്ള ജനാവലി അദ്ദേഹത്തിന് പിന്നാലെ എത്തുന്നു, പ്രചരണങ്ങൾക്ക് വലിയ തോതിൽ എത്തുന്നു. പക്ഷേ 2 ദിവസം 3 ദിവസം പിന്നിട്ടപ്പോഴേക്ക് തന്നെ കൃഷ്ണകുമാറിന് വേണ്ടി പ്രവർത്തിക്കാൻ ആരും തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് പ്രേമചന്ദ്രന്റെ ഗുണം ചെയ്യുന്നു. ഈ സമയത്ത് ദിലീപ് ദേവസ്യ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് 3 സ്ഥാനാർത്ഥികളും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കൊല്ലംകാർ തീരുമാനിക്കട്ടെ ഇവരിൽ 3-ൽ ആര് വേണമെന്ന്. നമുക്കിനി അറിയേണ്ടത് കൊല്ലത്തെ സ്ഥാനാർത്ഥികളെയാണ്. നോ യുവർ കാൻഡിഡേറ്റ്. കൊല്ലത്തെ സ്ഥാനാർത്ഥികളുടെ വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക്. സ്ഥാനാർത്ഥികൾ, അതിൽ 3 പേരും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഓരോരുത്തരെയായി നമുക്ക് നോക്കാം. NK പ്രേമചന്ദ്രൻ, ഒപ്പം M മുകേഷ്, കൃഷ്ണകുമാർ G, 3 പേരുടെയും വിദ്യാഭ്യാസ യോഗ്യത ഇതാ പ്രേക്ഷകർക്ക് മുന്നിൽ സ്ക്രീനിലേക്ക്. NK പ്രേമചന്ദ്രൻ LLB ബിരുദധാരിയാണ്. M മുകേഷ് BSc ബിരുദധാരിയാണ്. കൃഷ്ണകുമാർ G BA എക്കണോമിക്സ് ബിരുദധാരിയാണ്. അപ്പോൾ BSc-യും BA-യും LLB-യും തമ്മിലുള്ള പോരാട്ടം കൂടിയാണ് നമ്മൾ കൊല്ലത്ത് കാണുന്നത് എന്ന് ചുരുക്കം.